ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദില്ലി മേ ഉനീന്ദേ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. रुपये का सिक्का सबको दौड़ा रहा है, किसी के हिस्से में कम, किसी के हिस्से में ज़्यादा, इससे आपने क्या समझा? അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആളുകളെല്ലാം ഓടുന്നത്, പൈസയാണ് ആളുകളെ ഓടിക്കുന്നത് എന്നാണ് മേൽ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. आंसर നോക്കുകയാണെങ്കിൽ इसका तात्पर्य है कि सब पैसों के पीछे भाग रहे हैं क्योंकि जीने के लिए पैसों का होना आवश्यक है. അപ്പം ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും പൈസയുടെ പിന്നാലെയാണ് ഓടുന്നത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനെ കെ ലിയെ, ജീവിക്കാനായിട്ട് पैसों का होना, പൈസ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യക് है, അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മഗർ दुनिया में सबके पास एक जैसे पैसे नहीं है, किसी के पास ज्यादा है तो किसी के पास कम. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുനിയാമേ, ലോകത്തില്, സബ്കെ പാസ്, എല്ലാവരുടെ പക്കലും एक जैसे पैसे नहीं है, ഒരേപോലെയല്ല പൈസ ഉള്ളത്. किसी के पास ज्यादा है, കുറച്ച് ആളുകളുടെ കയ്യിൽ കൂടുതലുണ്ട്. तो किसी के पास कम, ചിലരുടെ അടുത്ത് കുറവാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. क्या उसके बाद सरकार मेरे लिए कुछ करेगी, जनता सरकार से क्या क्या उम्मीदें रखती है? അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ഈ ഓട്ടോ ഡ്രൈവർ ചോദിക്കുകയാണ്, എൻ്റെ ഇന്റർവ്യൂ അങ്ങനെ ജനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. അപ്പം സാധാരണയായിട്ട് ജനങ്ങൾക്ക് സർക്കാരിൻ്റെ അടുത്ത് നിന്നുള്ള ഉമ്മീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ जनता चाहती है कि सरकार उन्हें घर, खाना, शिक्षा, रोजगार और इलाज की सुविधा दे. അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ അവർക്ക് വീട്, അതുപോലെ തന്നെ ഭക്ഷണം, ശിക്ഷ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, റോസ്ഗാർ എന്ന് പറഞ്ഞാൽ തൊഴില്, ഇലാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇലാജ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സുവിധ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. വേ അച്ഛി സഡ്കെ, പാനി, ബിജ്ലി ഓർ സുരക്ഷ കി ബി ഉമ്മീദ് രഖ്തേ ഹെ. അവര് നല്ല സടക്ക് എന്ന് പറഞ്ഞാൽ റോഡുകളും, പാനി ജലം, അതുപോലെ തന്നെ ബിജ്ലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, കറണ്ട്, സുരക്ഷിതത്വം, ഇതിന്റെ ഒക്കെ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്താണ് ദരിദ്രരായ ആളുകളുടെ പ്രതീക്ഷകൾ ചോദിച്ചിട്ടില്ല. സാധാരണയായിട്ട് ജനങ്ങൾ എന്താണ് സർക്കാരിന്റെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആൾക്കാരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് അവർ നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്, സർക്കാർ അവർക്ക് അത് ചെയ്തു കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അഗർ മേരി കഹാനി സുनने से आपका काम होता है तो मैं आ जाऊंगा, यहाँ रिक्शा चालक का कौन सा मनोभाव प्रकट होता है? അപ്പോൾ മേലെ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി കഹാനി സുनने से, എൻ്റെ ഈ ഒരു കഥ കേൾക്കുന്നതിലൂടെ, ആപ്കാ കാം ഹോത്താ ഹെ, താങ്കളുടെ കാര്യം നടക്കുമെങ്കിൽ, തോ മേ ആ ജാവുങ്ക, ഞാൻ വരാം. അതായത് ഈ റിക്ഷാ ചാലകിന്റെ കഥ കേട്ടിട്ടും റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ലേഖികയ്ക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അദ്ദേഹം വരാം എന്നാണ് പറയുന്നത്. യഹാ റിക്ഷാ ചാലക് കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ, ഇങ്ങനെ പറയുന്നതിൽ നിന്നും റിക്ഷാ ചാലക്, ആ ഓട്ടോ ഡ്രൈവറിന്റെ ഏത് തരം മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആൻസർ നോക്കാം. യഹാ ഓട്ടോ ചാലക് കി വിനമ്രത ഓർ പരോപകാരി മനോഭാവ് പ്രകട് ഹോത്താ ഹെ. അപ്പൊ ഇവിടെ ആ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ വിനമ്രത എന്ന് വെച്ചാൽ വിനയം, അതുപോലെ തന്നെ പരോപകാരി മനോഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള ആ ഒരു മനോഭാവമാണ് പ്രകടമാകുന്നത്. നീന്ത് കോ യഹാ അസംഭവ് ക്യോ ബതായ ഗയാ ഹോഗ, ഉറക്കം, അതായത് ഈ ഓട്ടോ ഡ്രൈവറിന്റെ ഉറക്കം അസംഭവ്യമാണ് എന്ന് ലേഖിക പറയുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഓട്ടോ ചാലക് കെ പാസ് സോനെ കെ ലിയെ ഓട്ടോ കി പീछे वाले सीट के अलावा कोई स्थान नहीं है. ഓട്ടോ ഡ്രൈവറിനെ സംബന്ധിച്ചിട്ട് ഉറങ്ങാനായിട്ട് വേറൊരു സ്ഥലമില്ല. ഓട്ടോന്റെ പീछे वाले സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലുള്ള ആ ഒരു സീറ്റ് അല്ലാതെ വേറൊരു സ്ഥലം ഇല്ല ആൾക്ക് താമസിക്കാനായിട്ട്. വ സാലോं से सड़कों की शोर में സോനെ കി കോശിഷ് കർത്ത ആയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ആ വ്യക്തി സഡ്കോ കി ഷോർമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിന്റെ ഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ്, അത്രയും ശബ്ദങ്ങളുടെ ഇടയിൽ സോനെ കി കോശിഷ് കർത്ത ആയാ ഹെ, ഉറങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷായദ് ഇസ്ലിയെ ലേഖിക നെ ഉസ്കി നീന്ത് കോ അസംഭവ് ബതായ ഹെ, അതുകൊണ്ടായിരിക്കാം ലേഖിക ആ ഓട്ടോ ഡ്രൈവറിന്റെ ഉറക്കം, ആ ഓട്ടോ ഡ്രൈവറിന് ഉറക്കം കിട്ടുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു
നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. नेक्स्ट क्वेश्चन, 2 वक्त की रोटी मिल जाए गनीमत है, इस कथन पर आपका विचार क्या है? 2 നേരത്തേക്കുള്ള ഭക്ഷണം കിട്ടിയാൽ തന്നെ വലിയൊരു കാര്യമാണെന്ന് ഈ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഗരീബ് ലോഗോ കെ ലിയെ 2 വക്ത് की रोटी मिल जाना ही बड़ी बात है. അപ്പോൾ ദരിദ്രരായ വ്യക്തികളെ സംബന്ധിച്ച് 2 വക്ത് की रोटी 2 നേരത്തെ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഉൻകെ ലിയെ अच्छा दिन वह होता है जब 2 वक्त का खाना मिल जाए और पेट भर जाए. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് നല്ലൊരു ദിവസം എന്ന് പറയുന്നത് ജബ് 2 വക്ത് കാ ഖാന മിൽ ജായേ, 2 നേരത്തെങ്കിലും ഭക്ഷണം കിട്ടുക, ഓർ പേറ്റ് ഭർ ജായേ, വയറ് നിറയുക എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കണം, 2 നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ വയറ് നിറയാനുള്ള ഭക്ഷണം ആയിട്ടില്ല സത്യത്തിൽ. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. യഹ് ഉൻകി ആർथिक സ്ഥിതി और लाचार हालत को दिखाता है. ഇത് അവരുടെ ആർथिक സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക അവസ്ഥയും, അതുപോലെ തന്നെ ലാച്ചാർ ഹാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അവർ സഹായിക്കാനൊന്നും ആരും ഇല്ല, അവർ നിസ്സഹായരാണ് എന്നുള്ള ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തബ് ക്യാ ഉസ്കി थकान के सब साल उसमें जुड़ गए हैं, ലേഖിക ने ऐसा क्यों सोचा होगा. അപ്പോൾ ആ വ്യക്തിയുടെ थकान के सब साल, ക്ഷീണത്തിൻ്റെതായ എല്ലാ വർഷങ്ങളും അതിൽ ചേർന്നിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ലേഖിക ഇങ്ങനെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തിൽ ചേർന്നിട്ടുണ്ടോ എന്നാണ്, പ്രായത്തിൽ ചേർന്നിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓട്ടോ വാലേനെ അപ്ന ഉമ്ര 50 സാൽ ബത്തായ. ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് ആളുടെ പ്രായം ഒരു 50 വയസ്സിനോട് അടുപ്പിച്ചാണെന്നാണ്, 50 വയസ്സിന് മുകളിലായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. पर जो अन्य बातें उसने बताई उसके हिसाब से उसे 40 के ऊपर नहीं होना चाहिए. പക്ഷെ പിന്നീട് പറഞ്ഞ, അതായത് ഈ പ്രായത്തിനെ കുറിച്ച് പറഞ്ഞതല്ലാതെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അതൊക്കെ അനുസരിച്ചിട്ട് ഉസ്കെ ഹിസാബ് എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഉസെ 40 के ऊपर नहीं होना चाहिए था. ആ വ്യക്തിക്ക് 40 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. तो लेखिका को लगता है कि जितने साल की थकान उस आदमी में है शायद वह उसके मन में उसके उम्र के साथ जुड़ गया है. അപ്പോൾ ലേഖികയ്ക്ക് തോന്നുകയാണ് എത്രയോ വർഷത്തെ थकान, ക്ഷീണമാണ് ആ വ്യക്തിക്ക് ഉള്ളിലുള്ളത്, ആ വ്യക്തിയുടെ മനസ്സിനുള്ളത് അല്ലെങ്കിൽ ശരീരത്തിനുള്ളത്. ഷായദ് വ ഉസ്കെ മൻ മേ, ചിലപ്പോൾ അത് ആ വ്യക്തിയുടെ മനസ്സിൽ ഉസ്കെ ഉമ്ര കെ സാത്ത് ജുഡ് ഗയാ ഹെ, ആ വ്യക്തിയുടെ വയസ്സിനോടൊപ്പം ചേർന്നതായി തോന്നുന്നുണ്ടായിരിക്കും. ഇസ്ലിയെ ഉസ്നെ അപ്ന ഉമ്ര ജ്യാദ ബത്തായ ഹോഗ, അതുകൊണ്ടായിരിക്കും പ്രായം കൂടുതലായിട്ട് പറഞ്ഞത് എന്ന്. അപ്പോൾ ഈ വ്യക്തിക്ക് ശരിക്കും 40 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ആൾ 50 വയസ്സായി എന്ന് പറഞ്ഞതിന്റെ കാരണം ഇടയിൽ ഒരുപാട് ക്ഷീണിതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി എന്ന് തോന്നിയതായിരിക്കും എന്നുള്ളതാണ് ലേഖിക ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹം ഏക് ഹി ഷഹർ മേ രഹത്തെ ഹുए 2 अलग मौसमों में रहते हैं. നമ്മൾ ഒരേ ഷഹർ, ഒരേ പട്ടണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പല ക്ലൈമറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന ഓർ ഭൂഖ് കെ മൗസം മേ, ഘർ ഓർ ബേഘരി കെ മൗസം മേ, അതായത് ഒരു കൂട്ടര് വിശന്നിരിക്കുമ്പോൾ ഒരു കൂട്ടര് ഭക്ഷണം കഴിക്കുന്നു. ഘർ ഓർ ബേഘരി കെ മൗസം മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വീടുണ്ട്, ചിലർക്ക് വീടില്ല. ഇസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹെ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. इस कथन का तात्पर्य हमारे समाज की सच्चाई से है. നമ്മുടെ സമൂഹത്തിലെ വാസ്തവികതയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ. സച്ചായി എന്ന് പറഞ്ഞാൽ അതാണ് സത്യം, വാസ്തവികത. हम सब एक ही शहर में रहते हुए भी एक दूसरे से बिल्कुल अलग जीवन जी रहे हैं. നമ്മളെല്ലാവരും ഒരേ പട്ടണത്തിൽ ജീവിക്കുമ്പോൾ തന്നെ एक दूसरे से, ഒരാൾ മറ്റൊരാളിൽ നിന്നും ബിൽക്കുൽ അലഗ് ജീവൻ ജി രഹേ ഹെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. एक तरफ जहां लोग अपने अपने घरों में भर पेट खाना खाते हैं तो दूसरी तरफ ऐसे भी लोग हैं जो बेघर और भूखे रहते हैं. ഒരു ഡയറക്ഷനിൽ एक तरफ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ആളുകള് അവനവന്റെ വീട്ടിലിരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ മറ്റൊരു വശത്ത് വീടില്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, വിശന്നിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഗതിവിധിയ കിസ്നെ കിസ്സെ കഹ, ആരോടാണ് പറഞ്ഞത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആപ്കാ മത്ലബ് ആപ് തബ് സെ സഡക് പർ ഹി ഹെ, ഇതാരാ പറഞ്ഞത്, ലേഖികയാണ് പറഞ്ഞത്. मैं आपका सोफा गंदा नहीं करना चाहता हूँ, ഇത് പറഞ്ഞത് റിക്ഷാവാല അല്ലെങ്കിൽ രാജാറാം, അദ്ദേഹത്തിന്റെ പേര് അതായത് കൊണ്ട് അങ്ങനെ എഴുതാം. आम लोगों को आपके जीवन के बारे में पता चलेगा, ലേഖിക आपके लिए एक अच्छा दिन क्या होता है, അത് ചോദിച്ചത് ലേഖിക.
दो वक्त की रोटी मिल जाए गनीमत है. അത് റിക്ഷാവാല അല്ലെങ്കിൽ രാജാറാം ആണ് പറഞ്ഞത്. आपके पास भी कोई ताकत नहीं है, आप भी मेरे जैसी ही है. അതും പറഞ്ഞത് റിക്ഷാവാല, ഓട്ടോവാല അല്ലെങ്കിൽ രാജാറാം എന്തെഴുതിയാലും കുഴപ്പമില്ല റിക്ഷാവാലയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഹർ വാക്യ കിസ്സെ സംബന്ധിത് ഹെ. അപ്പോൾ ഇവിടെ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, അത് ആര് പറഞ്ഞതാണ് അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. രാജാറാം കോ പുറാന ഓട്ടോ ലേ ദിയ. അത് ആരാണ് ചെയ്തത്? ദയാലു അമീർ ആദ്മി. റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബനാ രഹി ഹെ. ആരാണ് അത് ചെയ്യുന്നത്? ലേഖിക. पहले गांव के खेतों में मजदूरी करता था राजाराम. हार्वर्ड के दिनों में लेखिका का साथी रहा सैंडी. बचपन से ही बाप अंधा हो गया राजाराम. साक्षात्कार की रिकॉर्डिंग कर रहा है सैंडी. चांदनी चौक में रिक्शा चलाता है राजाराम. നെക്സ്റ്റ് വാക്യം കോ സഹി ക്രം സെ ലിഖേ എന്നാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സെന്റൻസസ് ഓർഡർ ആക്കി എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ രണ്ട് സെന്റൻസ് ഓർഡറിൽ തന്നെയാണുള്ളത്. ഗാവ് മേ സിർ പർ ബോജ് ഡോത്താ രഹ, ബാരിഷ് മേ ഉസ്കാ ഘർ ഡഹ ഗയ. അപ്പോ ഇവിടെ നമുക്ക് എഴുതാം. ഇത് തന്നെയാണ് ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. അത് ഗ്രാമത്തിൽ എന്താണ് ഈ ചുമട് ഏറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വ്യക്തി, ഈ റിക്ഷാവാല. പിന്നെ അതിനുശേഷം ആളുടെ വീട് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. അതാണ് രണ്ടാമത്തെ. എന്നിട്ട് ആൾ എന്താണ് ചെയ്തത്? ഡൽഹിയിലേക്ക് പോവാനായിട്ട് തീരുമാനിച്ചു. അതാണ് മൂന്നാമത്തെ സെന്റൻസ്. ദില്ലി ജാനെ കാ നിശ്ചയ് കിയ. അപ്നെ ഗാവ് സെ കാൻപൂർ ആയ. അതാണ് നാലാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ 8 साल तक साइकिल रिक्शा चलाता रहा, 1.5 साल तक मुफ्त में सेवा करता रहा. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോ കോ ഹി അപ്ന ഘർ ബനായ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പടേ പെഹച്ചാനെ. വായിക്കുക, ഐഡന്റിഫൈ ചെയ്യുക. मैंने इससे पहले किसी बेघर के बारे में नहीं सोचा था. एक बेफिक्र नींद का ना मिलना किसी की आत्मा में कहाँ सुराख कर सकता है. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, അത് അതിന്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്, ബേഘർ എന്ന് വെച്ചാൽ വീടില്ലാത്ത. ഇപ്പൊ നമ്മള് പോസിബിൾ എന്ന് പറയുന്നു, അതിന്റെ നെഗറ്റീവായിട്ട് നടക്കാത്ത എന്നാക്കുമ്പോൾ ഇംപോസിബിൾ എന്ന് എഴുതില്ലേ, അല്ലെങ്കിൽ സ്റ്റേബിൾ അൺസ്റ്റേബിൾ എന്നൊക്കെ എഴുതില്ലേ ഇംഗ്ലീഷിൽ. അതുപോലെ തന്നെ ഹിന്ദിയിലും ഒരു പ്രിഫിക്സ് ചേർത്ത് എഴുതുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഘറിന്റെ മുന്നിൽ ഒരു ബേ എന്നുള്ള വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ബേഘർ എന്നാവും. അതുപോലെ തന്നെ ഫിക്രിന്റെ മുന്നിൽ ബേ ഫിക്ർ. അതുപോലെ നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഘർ ബേഘർ എന്നുള്ളത് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഫിക്രിന് രണ്ടാമത്തെ കോളത്തിൽ എന്താണ് എഴുതേണ്ടത്? ബേ ഫിക്ർ എന്ന് എഴുതുക. ജിസ്ക കോയി ഫിക്ർ നാഹോ. ഫിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ, അപ്പോൾ ശ്രദ്ധ ഇല്ലാത്ത അല്ലെങ്കിൽ കെയർ ഫ്രീ ആയിട്ടുള്ള എന്നാണ് ബേ ഫിക്രിന്റെ അർത്ഥം. കാം ബേ കാം. അപ്പൊ ഇവിടെ എന്താ വരിക? ജിസ്ക കോയി കാം നഹോ. പിന്നെ ബേ നാം എന്ന് തന്നിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിൽ. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എന്താ ഫില്ല് ചെയ്യേണ്ടത്? നാം. ജിസ്ക കോയി നാം നഹോ, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളം സഗ്യ എന്ന് പറയുന്നത് ഹോഷ്. ഹോഷ് എന്നുള്ള വാക്കാണ് തന്നിട്ടുള്ളത്. അതിന്റെ ശബ്ദം എന്ന് പറയുന്നത് ബേഹോഷ് എന്നുള്ളതാണ്. ജിസ്ക കോയി ഹോഷ് നഹോ എന്ന് വെച്ചാൽ ഹോഷ് എന്ന് വെച്ചാൽ ബോധം. അപ്പം ബേഹോഷ് എന്ന് വെച്ചാൽ ബോധമില്ലാത്ത അവസ്ഥ. ജിസ്ക കോയി ഹോഷ് നഹോ, ഇപ്പൊ ബോധമില്ലാത്ത അവസ്ഥയിലുള്ള ഒരാളിനെയാണ് ബേഹോഷ് എന്ന് പറയുന്നത്. ബേഹോഷ് ഹോജാന എന്ന് വെച്ചാൽ ബോധം കെടുക, ബോധരഹിതനാവുക എന്നൊക്കെയാണ്. അടുത്തതായിട്ട് സഗ്യ ബ്ലാങ്ക് ആണ് തന്നിട്ടുള്ളത്. ശബ്ദില് ബേഷർം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേഷർമിന്റെ സഗ്യ ഷർം എന്നുള്ളതാണ്. ജിസ്കി കോയി ഷർം നഹോ, അതായത് ബേഷർം എന്ന് പറയാൻ നാണില്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ ഷർം എന്ന് പറഞ്ഞാൽ എന്താണ്? നാണം. ബേ ഹിസാബ്, അതിന്റെ സഗ്യ എന്തായിരിക്കും? ഹിസാബ്. ഇവിടെ അർത്ഥ ജിസ്ക കോയി ഹിസാബ് നഹോ. नेक्स्ट है पहचाने लिखे. सरकार मेरे लिए कुछ करेगी, मैं आ जाऊंगा. रेखांकित शब्दों के प्रयोग की विशेषताओं पर चर्चा करें. ऐसे वाक्य पाठ से छांट कर लिखे. ഇത് സെന്റൻസ് ആക്കി എഴുതാണെങ്കിൽ കരേഗി എന്ന് പറയുന്നത് ഭവിഷ്യകാൽ കി ക്രിയ ഹെ. കർണ എന്ന് വെച്ചാൽ ക്രിയ, കരേഗി എന്ന് പറയുമ്പോൾ ഭവിഷ്യകാല ഫ്യൂച്ചർ ടെൻസിലാണ് വരുന്നത്. ജാऊंगा यह भी भविष्यकाल की क्रिया है. विशेषता എന്ന് പറയുന്നത് दोनों शब्द बताते हैं कि क्रिया अभी नहीं हुई बल्कि आगे होगी. ഇപ്പൊ ക്രിയ നടന്നിട്ടില്ല, സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പോകും എന്ന് പറയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇത്തരം ക്രിയാ രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ
ഉസേ मैं बाद में देखूंगी എന്നുള്ളൊരു സെന്റൻസ് ഉണ്ട്, ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആനെ വാലെ ദിനോं में मैं उसके लिए बिल्कुल सटीक शब्द ढूंढ पाऊंगी. आपके जीवन के बारे में पता चलेगा. നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 54 और आपको क्या मिलेगा अपना काम कर रही होंगी. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. जरा ध्यान दे उसकी खांसी न रुकती है उसका ऑटो नहीं रुकता है. അപ്പോൾ രണ്ട് സെന്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നിട്ടുള്ള രണ്ട് സെന്റൻസിനെ എങ്ങനെയാ ജോയിൻ ചെയ്തിട്ടുള്ളത്? നാ ഉസ്കി ഖാസി റുക്തി ഹെ നാ ഉസ്ക ഓട്ടോ. അപ്പോൾ അയാളുടെ ചുമയും നിൽക്കുന്നില്ല, അയാളുടെ ഓട്ടോയും നിൽക്കുന്നില്ല, രണ്ടും രണ്ട് സെന്റൻസാ. അപ്പോൾ അതിനെ ഈ നാ വെച്ച് കണക്ട് ചെയ്തേക്കണ ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ താഴെ തന്നിട്ടുള്ള സെന്റൻസസിനെ കണക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അമൻ കോ തമിഴ് നഹി ആത്തി ഹെ അമൻ കോ തെലുങ്കു നഹി ആത്തി ഹെ എന്ന് പറയുമ്പോൾ നാ അമൻ കോ തമിഴ് ആത്തി ഹെ നാ തെലുങ്കു എന്നാണ് എഴുതേണ്ടത്. ദീദി ചായ് നഹി പീത്തി ഹെ ദീദി ഷർബത്ത് നഹി പീത്തി ഹെ നാ ദീദി ചായ് പീത്തി ഹെ നാ ഷർബത്ത്. അടുത്തത് നാനി കോ സിനിമ പസന്ദ് നഹി നാനി കോ നാടക് പസന്ദ് നഹി നാ നാനി കോ സിനിമ പസന്ദ് ഹെ നാ നാടക് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ക്രിയാപദോं की विशेषता समझे. നേരത്തെ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. മാനെ തൈ കിയാ കി ദില്ലി ചലെ, ഞാൻ ഡിസൈഡ് ചെയ്തു ഡൽഹിയിലേക്ക് പോവാമെന്ന്. ലോഗോं को आपके जीवन के बारे में पता चलेगा, ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയും എന്നുള്ളത്. അപ്പം ഈ സെന്റൻസ് ഉണ്ടല്ലോ, രണ്ടാമത്തെ സെന്റൻസിന്റെ അവിടുത്തെ എക്സാമ്പിൾ ആയിട്ട് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. കാരണം അത് ഫ്യൂച്ചർ ടെൻസിലുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെന്റൻസിൽ തൈ കിയാന്ന് വെച്ചാൽ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ ആളുകൾ അറിയും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂത്കാലാണ്. രണ്ടാമത്തെ പത്താ ചലേഗ എന്നുള്ളത് ഭവിഷ്യകാലിലുള്ള ക്രിയയാണ്. എന്നിട്ട് ഇതുപോലത്തെ സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം പത്താ ചലേഗ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് നേരത്തെ നിങ്ങളോട് പറഞ്ഞ അതേ സെന്റൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. തൈ കിയ എന്നുള്ളതിന് ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രമാണ് കാണാനായിട്ട് കഴിഞ്ഞത്. പേജ് നമ്പർ 53 ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെന്റൻസ് യാനി ഉസെ ബിനാ സോയെ 14 സാൽ ബീത് ഗയേ എന്നുള്ളത്. പിന്നെ പേജ് നമ്പർ 55 कैसे शुरू किया. पेज नंबर 56 तब क्या उसकी थकान से सब साल उसमें जुड़ गए है എന്നുള്ളത്. ഇപ്പോൾ തൈ കിയ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജുഡ് ഗയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ സെന്റൻസ് വന്നിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കുറച്ച് സെന്റൻസ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ दोस्तों से चर्चा करें राजा राम जैसे लोगों की समस्याओं के क्या क्या कारण होंगे. राजा राम जैसे लोगों की सामाजिक प्रगति के लिए हम क्या क्या कर सकते हैं. അപ്പോൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. രാജാറാമിനെ പോലെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അവരുടെ സാമാജിക് പ്രഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ राजा राम जैसे लोगों की समस्याओं के कारण गांव में काम के अवसर कम होना, ഗ്രാമങ്ങളിൽ ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കുറവാണ് എന്നുള്ളത്. പ്രാകൃതിക് ആപ്തായി ജैसे बाढ़ से घर नष्ट होना, അതായത് പ്രകൃതി ദുരന്തങ്ങൾ, ഈ വെള്ളപ്പൊക്കം, പ്രളയത്തിൽ വീട് നശിക്കുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഒരു പ്രശ്നമാണല്ലോ. ഷെഹറോ കി മെഹങ്കായി ഓർ രഹനെ കി ലിയെ ജഗ നാ മിൽന. പിന്നെ ഇതുപോലെ പട്ടണങ്ങൾക്ക് വരുമ്പോൾ അവിടെയുള്ള മെഹങ്കായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ്പെൻസ് വളരെ എക്സ്പെൻസീവ് ആണ്, ടൗണിലും അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ താമസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതും അതുപോലെ തന്നെ താമസിക്കാനായിട്ട് ഒരു ഇടം ഇല്ലായിക അല്ലെങ്കിൽ കിട്ടാതിരിക്കുക എന്നുള്ളത്. ഗരീബ് ഹോനെ കെ കാരൺ ശിക്ഷ കി കമി, എഡ്യൂക്കേറ്റഡ് അല്ല എന്നുള്ളത്, കാരണം ദരിദ്രരായതുകൊണ്ട് എഡ്യൂക്കേറ്റഡ് ആവാൻ വേണ്ടി പറ്റിയില്ല. ഇനി ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗരീബോ കെ ലിയെ റോസ്ഗാർ ഓർ സസ്തി ആവാസ് യോജനയെ ശുरू കർണ, ഇത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഇവർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് താമസിക്കാനായിട്ട് സസ്തി ആവാസ് യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്ത എന്ന് പറഞ്ഞാൽ ചീപ്പ് എന്നാണ്. അപ്പൊ ചീപ്പായിട്ട് ഇവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. ബച്ചോ കെ ലിയെ പഠായി മുഫ്ത് യാ സസ്ത കർണ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠായി എഡ്യൂക്കേഷൻ ഒന്നെങ്കിൽ ഫ്രീ ആക്കുക, മുഫ്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സസ്ത ഇതുപോലെ ചീപ്പാക്കുക, കോസ്റ്റ് കുറയ്ക്കുക എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത്. സ്വാസ്ഥ്യ
സേവായെ പहुंचाना എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സർക്കാർ ദ്വാര ऐसे लोगों की समस्याएं सुनना और हल करना, സർക്കാർ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുക, ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്ന് പറയുന്നത് ബേഘറോ കി സമസ്യ വിഷയ പർ ലഘുലേഖ് ലിഖേ എന്നാണ്. അപ്പോൾ ബേഘറോ കി സമസ്യ അല്ലെങ്കിൽ ബേഘർ ലോഗോ കി സമസ്യ എന്നുള്ള വിഷയത്തിൽ ഒരു ലഘുലേഖനം എഴുതാനാണ് പറയുന്നത്. ബേഘർ ലോഗ് വേ ഹെ ജിൻകെ പാസ് രഹനെ കെ ലിയെ കോയി ഘർ നഹീ ഹോത്ത. അപ്പോൾ ബേഘർ എന്ന് പറയുന്നത് ആരെയാണ്? താമസിക്കാനായിട്ട് ഒരു വീടോ ഒരു സ്ഥലമോ ഇല്ലാത്ത ആളുകളെയാണ്. वे सड़क, फुटपाथ, पुल के नीचे जैसे अस्थायी स्थानों पर रहते हैं. അവര് സടക്, റോഡ്, ഫുട്പാത്ത്, അതുപോലെ തന്നെ പുൽ കെ നീച്ചെ എന്ന് പറഞ്ഞാൽ പാലത്തിന്റെ താഴേക്കുള്ള അസ്ഥായി സ്ഥാനോപ്പർ എന്ന് വെച്ചാൽ സ്റ്റേബിൾ അല്ലാത്ത, അവർക്ക് പെർമനന്റ് ആയിട്ട് അവിടെ താമസിക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അവർ കൂടുതലായിട്ടും ജീവിക്കുന്നത്. उनके पास ठंड, गर्मी और बारिश से बचने का कोई रास्ता नहीं होता. അവരെ സംബന്ധിച്ച് ഈ തണുപ്പ്, അതുപോലെ തന്നെ ഈ ഗർമി, ചൂട്, മഴ, ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാനായിട്ട് വേറൊരു വഴിയും ഇല്ല. രാസ്ത എന്ന് പറഞ്ഞ വഴി. നെഹി ഹോത്ത എന്ന് പറയുമ്പോൾ വേറെ മാർഗമൊന്നുമില്ല എന്നുള്ളതാണ്. ഉൻകാ ജീവൻ കഠിനായിയോ സെ ഭര ഹോത്ത ഹെ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഠിനതകൾ നിറഞ്ഞതാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. ബേഘർ ലോഗോ കെ പാസ് അക്സർ സ്ഥായി കാം ബി നെഹി ഹോത്ത. അപ്പൊ ഈ വീടില്ലാത്ത ഇത്തരം ആളുകളുടെ പക്കല് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോബ് പോലും ഉണ്ടായിരിക്കില്ല. വേ ലോഗ് റിക്ഷ ചലാന, മസ്ദൂരി കർണ ജैसे काम करके अपना पेट भरते हैं. അവരാണെങ്കിൽ ഈ റിക്ഷ ഓടിക്കുക, അതുപോലെ തന്നെ വേറെ മറ്റ് ജോലികൾ ചെയ്യുക. പിന്നെ മസ്ദൂരി കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ കൺസ്ട്രക്ഷൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂലിപ്പണി പോലത്തെ ജോലികൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവരുടെ വിശപ്പ് അടക്കുന്നത്. കബി കബി തോ ഭർ പേട്ട് ഖാന തക് നെഹി മിൽത്ത. പലപ്പോഴും അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല, അതിനുള്ള ഒരു ഇൻകം പോലും അവർക്ക് കിട്ടുന്നില്ല. इसलिए वे अपने बच्चों की स्कूल छुड़वाकर उन्हें भी काम पर बेचते हैं. അപ്പൊ ഇവര്, അതായത് ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് വീട് നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യും? കുട്ടികളുടെ സ്കൂൾ ചുടുവാക്കുക എന്ന് വെച്ചാൽ അവർ സ്കൂളിൽ പോകുന്നത് നിർത്തിച്ചിട്ട് എന്ത് ചെയ്യും? ഉൻഹേ ബി കാം പർ ബേജ്തേ ഹെ, അവരിനെയും ജോലിക്ക് പറഞ്ഞു വിടും. ഭേജന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വിടുക. ऐसे बच्चों का भविष्य भी गरीबी में डूब जाता है. ഇത്തരം കുട്ടികളുടെ ഭവിഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്താവും? ഗരീബി മേ ഡൂബ് ജാത്ത ഹെ, ഈ ദാരിദ്ര്യത്തിൽ തന്നെ മുങ്ങിപ്പോവും എന്നുള്ളതാണ്. ബേഗർ ഹോന സിർഫ് एक വ്യക്തി की नहीं बल्कि पूरे समाज की समस्या है. അപ്പോ ഇത്തരം വീടുകളില്ലാത്ത ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ബൽക്കി പക്ഷെ पूरे समाज की समस्या है, ഒരു സമൂഹത്തിന്റെ തന്നെ പ്രശ്നമാണ്. സർക്കാർ और साधारण जनता इनकी मदद के लिए आगे आए और इनकी आवास और शिक्षा में सहायता करे तो इनका जीवन बदल सकता है. അപ്പോൾ സർക്കാരും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും ഇൻകി മദദ് കെ ലിയെ, ഇവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആകെ ആയി മുന്നോട്ട് വരികയാണെങ്കിൽ, ഓർ ഇൻകി ആവാസ് ഓർ ശിക്ഷ മേ സഹായത കരെ, ഇവരുടെ ആവാസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ താമസത്തിനും അതുപോലെ തന്നെ ഇവരുടെ ശിക്ഷ, അവരുടെ എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ സഹായത കരെ എന്ന് വെച്ചാൽ സഹായിക്കുകയാണെങ്കിൽ, തോ ഇൻകാ ജീവൻ ബദൽ സക്താ ഹെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജീവിതം ബദൽ സക്താ ഹെ, മാറ്റാനായിട്ട് നമുക്ക് കഴിയും. ബേഘർ ലോഗോ കോ ബി ഏക് സുഖദ് ജീവൻ കാ അധികാർ ഹെ, അതായത് വീടില്ലാത്ത വ്യക്തികൾക്കും ഒരു സുഖമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള, കുറച്ചെങ്കിലും ഒരു സൗകര്യത്തിൽ ജീവിക്കാനായിട്ടുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് അനുബദ്ധ കാര്യ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ഓഡിയോ ബുക്ക് തയ്യാറാക്കാനാണ് പറയുന്നത്, അപ്പൊ അത് നമ്മൾ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ, മാൻ ലേ ആപ് രാജാ റാം കാ സാക്ഷാത്കാർ ലേനെ ജാ രഹേ ഹെ തോ ഉസ്സെ പൂച്ഛ്നെ കെ ലിയെ പ്രശ്നാവലി തയ്യാർ കരെ. ഇപ്പൊ ലേഖികയ്ക്ക് പകരം നിങ്ങളാണ് രാജാറാമിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതെങ്കിൽ രാജാറാമിനോട് ചോദിക്കാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം എത്ര ക്വസ്റ്റ്യൻ വേണം എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്കാ നാം ക്യാ ഹെ ഓർ ആപ് കഹാ സെ ഹെ, താങ്കളുടെ പേരെന്താണ്, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്. ഗാവ് ഛോഡ്കർ ദില്ലി ആനെ കി വജഹ ക്യാ ഥി, അപ്പോൾ ഗ്രാമം വിട്ടിട്ട് ഡൽഹിയിലേക്ക് വരാനായിട്ടുള്ള കാരണം, വജഹ എന്ന് പറഞ്ഞാൽ അതാണ് കാരണം, എന്തായിരുന്നു.
दिल्ली आकर आपको सबसे बड़ी कठिनाई क्या लगी? ഡൽഹിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് താങ്കൾക്ക് തോന്നിയത് എന്താണ്? ആപ് കബ് സെ റിക്ഷ ചലാ രഹേ ഹെ? താങ്കൾ എപ്പോൾ മുതലാണ്, എത്ര വർഷമായി, എത്ര കാലമായി റിക്ഷ ഓടിക്കുന്നു? ഓട്ടോ ചലാത്തെ സമയ കിസ് ബാത് കി പരേശാനി സബ്സെ ജ്യാദ ഹോത്തി ഹെ? ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. പരേശാനി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. സർക്കാർ സെ ആപ്കി ക്യാ ഉമ്മീദേ ഹെ? സർക്കാരിന്റെ അടുത്തു നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. Thanks for watching the video.